നല്ല അനുഭൂതിയുള്ളൊരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ. അവിടെ വരുമ്പോൾ ഭയങ്കര സന്തോഷവും, പ്രത്യേകിച്ച് റമദാനൊക്കെയാണ് ഇനി. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾക്ക് പറ്റിയൊരു സാധനമാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ. സൂപ്പർ കാഴ്ചയാണ്. എനിക്ക് വന്നപ്പോൾ ഒരു പുതുമ തോന്നിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മളിപ്പോൾ കാണാൻ പോകുന്ന കാഴ്ചയുടെ മുമ്പ് ഞാനിപ്പോൾ നേരത്തെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് പെട്ടെന്നൊരു അബദ്ധം പറ്റി. കണ്ട, ഇത് നല്ല മൂർത്ത സംഗതിയാണ്. ഇതിൻ്റെ കട്ടി എന്ന് പറഞ്ഞിട്ട് ശരിക്കും ഇങ്ങനെ വിരലുകൊണ്ട് ഒടിയാൻ കണ്ടോ ഡബിളായി. അപ്പോൾ ഇതിൽ അകത്തേക്ക് ഇങ്ങനെ ഓടി കയറി കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ കാണിച്ചു തരാൻ പോകുന്ന സംഗതി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ മെല്ലെ കുഞ്ഞി അടുത്തേക്ക് ചെല്ലുക. ഇതാണ് കാണിച്ചു തരാനുള്ളത്. ഇതിനുള്ള ഒന്ന് നന്നായി വളമൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫുള്ള് ഈ ആട്ടിൻകാഷ്ടവും അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ വെച്ചിട്ടാണ്. അപ്പോൾ ഇത് പരാഗണം ചെയ്യുന്ന രീതി ഇതിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. കണ്ടോ, ഇവിടുന്ന് അങ്ങോട്ടൊരു പൂങ്കുല അങ്ങോട്ട് ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിനെ കെട്ടി വെച്ചിരിക്കുകയാണ്. ശ്രദ്ധിച്ചോ, ഇതിപ്പോൾ നോക്കിയാൽ മനസ്സിലാവും. ഇതൊരു ഔട്ടാണ്. ഔട്ട് ഇതുണ്ടോ, ഒരു വെട്ടിയ സാധനം അതതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ തേനീച്ചയൊക്കെ വരുന്നുണ്ട്. ഇത് ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇത് കെട്ടിയിരിക്കുക. അങ്ങനെയാണ് ഇത് പരാഗണം ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ പൂമ്പൊടി മുഴുവൻ അതിലേക്ക് പാസ് ചെയ്യുമ്പോൾ അത് മുഴുവൻ കായായിട്ട് വരും. എനിക്കിതൊരു പുതിയ കാഴ്ചയാണ്. അപ്പോൾ ചില ആൾക്കാരൊക്കെ പറയും ഇതൊക്കെ എന്താ എല്ലാവർക്കും അറിയുന്ന സാധനമല്ലേ. അങ്ങനെയൊന്നല്ല, എനിക്ക് പുതുമുള്ള കാര്യങ്ങൾ കുറേ ആൾക്കാർക്ക് പുതുമുള്ളതായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും കണ്ടോ, അതൊക്കെ മെല്ലെ ഇങ്ങനെ ആയി തുടങ്ങി കേട്ടോ, വലുതായി തുടങ്ങി. ഇനി ഇത് ഫുള്ള് കായായി വരും ഒക്കെ. ആ സമയത്ത് ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ഓഫീസിൻ്റെ തൊട്ട് ബാക്കിലുള്ള പള്ളീൻ്റെ മുമ്പിലുള്ള ഇതാണിത്. അപ്പോൾ ഇതൊക്കെയാണ് കാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമൊക്കെ കാഴ്ച ഉണ്ടത് വല്ലാത്തും വേണ്ടേ. അങ്ങനെ ഓരോന്നോരോന്ന് കാണിച്ചു തരുന്നില്ലേ, സമയം കളഞ്ഞ്. എന്തായാലും അടിപൊളി കാഴ്ചയാണത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പള്ളിയുടെ മുമ്പിലാണ് ഞങ്ങൾ ഓഫീസ്, ഇതിൻ്റെ ബാക്കിലുമാണ്. അപ്പോൾ ഇത് മുഴുവൻ പൂക്കാൻ പോവാണ്. പൂത്ത് തുടങ്ങി. അവിടെയൊക്കെ ഉണ്ട് വനങ്ങളുണ്ടാ, ഒക്കെ പൂത്തിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. ഇതാണ് ബലദിയ, ഇവിടുത്തെ മസാഫി ബലദിയ. ബലദിയ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഓഫീസാണ് കേട്ടോ, താജ്മഹലൊന്നല്ലേ. അതെങ്ങനെയുണ്ട്? നിങ്ങൾക്ക് പുതിയ കാഴ്ചയാണെങ്കിൽ കമൻറ്റ്.